Okay, good morning. Yesterday we discussed about the Faraday's law. Then we derived equation del cross E is equal to minus dou P by dou T. That is the differential form of Faraday's law. Then here these four equations are represent the basic laws in electricity and magnetism. You know these equations. Del dot E equal to rho by epsilon 0, that is Gauss's law in electrostatics. Del dot B equal to 0, Gauss's law in magnetism. Del cross E is equal to minus dou V by dou T, Faraday's law. Then del cross B is equal to mu 0 J, Ampere's law. So Faraday's law shows that the induced electric fields are determined by minus dou B by dou T. In the same way, in magnetism, the magnetic field is determined by the factor mu 0 J. Next, we are going to discuss about the vector potential A. So, what is vector potential A? The magnetic vector potential A is a vector quantity in classical electromagnetism defined so that its curl is equal to the magnetic field. വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കേൾ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എ ഇസ് ഈക്വൽ ടു ബി ആണ്, മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ വെക്റ്റർ പൊട്ടൻഷ്യൽ എനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിൽ എഴുതുന്നതാണ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടി എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ ഡെറിവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ഏതിലോയാ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടി എന്നുള്ള ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഡെൽ ക്രോസ് കൊടുക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് വരും ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ക്രോസ് ഡോ എ ബൈ ഡോ ടി. രണ്ട് സൈഡിലും ഡെൽ ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ലെഫ്റ്റ് സൈഡ് അങ്ങനെ തന്നെ എഴുതി, ഡെൽ ക്രോസ് ഇ എന്ന് അങ്ങനെ തന്നെ എഴുതി. ദെൻ ഇവിടെ ഈ ഡോ ബൈ ഡോ ടീനെ നമ്മൾ പുറത്തേക്ക് എഴുതി. മൈനസ് ഇവിടെ ഉണ്ട്, ഡോ ബൈ ഡോ ടി. ഈ ഡെൽ ക്രോസിനെ ആഡ്, വെക്റ്റർ പൊട്ടൻഷ്യൽ ആഡ് അടുത്തേക്ക് എഴുതി. സോ ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് എ, അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ നോക്കുക ഫാരഡേസ് ലോ. നമ്മൾ ബേസിക് ലോസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ആ ഫാരഡേസ് ലോയിൽ പറയുന്നുണ്ട് എന്ത്, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. കമ്പയർ ദി ഇക്വേഷൻ നമ്പർ 1 and 2. ലെഫ്റ്റ് സൈഡ് ആ സെയിം, ഡെൽ ക്രോസ് ഇ ഇവിടെയും ഡെൽ ക്രോസ് ഇ. ഇവിടെ റൈറ്റ് സൈഡ് നോക്കിയേ, മൈനസ് ഇവിടെയുണ്ട്, മൈനസ് ഇവിടെയുണ്ട്. ഡോ ബൈ ഡോ ടി ഇവിടെയുണ്ട്, ഡോ ബൈ ഡോ ടി ഇവിടെയുണ്ട്. ദെൻ ഹിയർ ദ റിമൈനിങ് ടേം ഈസ് ഡെൽ ക്രോസ് എ. ഇൻ ഇക്വേഷൻ നമ്പർ 2 ദ റിമൈനിങ് ടേം ഈസ് ബി. സോ ദാറ്റ് we can equate del cross A is equal to B. Okay, that's very important equation. Del cross A is equal to B. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് നോക്കിയേ, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് എ ആണ്. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ടേമിന്, റൈറ്റ് സൈഡിലത്തെ ഈ ടേമിന് നമ്മൾ ഫുള്ളായിട്ട് എവിടേക്ക് എടുക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അതായത് അപ്പോൾ ഇത് മൈനസ് അല്ലേ, അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, പ്ലസ് ആവും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ വരിക, ഡെൽ ക്രോസ് ഇ പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് എ ഈക്വൽ ടു 0. റൈറ്റ് സൈഡിലൊന്നുമില്ല, ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ള ആളാണ് ആര്, നമ്മുടെ ഡെല്ലും ഉണ്ട് ക്രോസും ഉണ്ട്. നമ്മൾ ഡെൽ ക്രോസിന് പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ള ടേമിന് ഒരു ബ്രാക്കറ്റിൽ എഴുതാം. അപ്പോൾ ഈ ടേമിൽ നിന്ന് ഇയും ഇവിടെ ഡോ ബൈ ഡോ ടിയും എയും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ എഴുതി ഈക്വൽ ടു 0 എന്ന് എഴുതി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ഈ ഡെൽ ക്രോസ് ഇ പ്ലസ് ഡോ ബൈ ഡോ ടി എ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു വാനിഷിങ് കേളാണ്. അതായത് ഡെൽ ക്രോസ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വെക്റ്ററിനെ നമുക്ക് എന്തെന്ന് എഴുതാം, ഗ്രേഡിയൻ്റ് ഓഫ് സ്കെയിലാർ ഫംഗ്ഷനായിട്ട് എഴുതാം. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഡെൽ ആക്കി എഴുതാം. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള വെക്റ്റർ എന്ന് പറയുന്നത് എന്താ, ഇ പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് എ. അപ്പോൾ ഇതിന് നമുക്ക് എന്തെന്ന് എഴുതാം, ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്ന് എഴുതാം. അങ്ങനെ എഴുതാനുള്ള കാരണം എന്താ, ഇതിൻ്റെ ഡെൽ ക്രോസ് 0 ആയതുകൊണ്ട് കേട്ടോ.
കേള് ഇതിൻ്റെ കേൾ എന്നാണ് ഈ ഡെൽ ക്രോസിനെ വിളിക്കുക. അപ്പോൾ ഈ കേള് 0 ആയതുകൊണ്ട് നമുക്കതിനൊരു ഗ്രേഡിയൻ്റ് ഓഫ് സ്കെയിലാർ ഫംഗ്ഷൻ ആക്കി എഴുതാം. അപ്പോൾ ഇ പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് എ ഈക്വൽ ടു മൈനസ് ഡെൽ വി. ഈ ഡോ ബൈ ഡോ ടിനെ ഈക്വൽ ടു വേണ്ടി ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്ത് വരും? ഇ ഈസ് ഈക്വൽ ടു മൈനസ് ആവും. സോ മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി. ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. This is a problem from Griffith text. A uniform electric field B pointing straight up fills the shaded circular region. Then if B is changing with the time, what is the induced electric field? So this is the diagram for the question. A circular loop is there, then magnetic field is pointing outwards, the magnetic field is pointing, magnetic field is changing with the time. Then in order to apply the Faraday's law, consider an Ampere loop of radius s. Then applying Faraday's law, integral E dot dl is equal to minus d phi by dt. That equation we know. Then take E outside because E does not change with the time. So taken outside. Then integral dl is equal to minus d by dt of phi. Phiക്ക് പകരം നമ്മൾ ബി എന്ന് എഴുതാം. ഫൈയുടെ ഇക്വേഷൻ ബി ഇൻറ്റു എ ആണ്. എ മീൻസ് ഏരിയ. Then integral dl means the total length. Total length means it's a circular loop. Therefore, we can use the 2 pi r circumference equation. Then here s ആണ് നമ്മൾ r-ന് പകരം ഉപയോഗിക്കുന്നത്. Therefore, we can write 2 pi s equal to area does not change with time. So, we can take it outside. Then a പുറത്ത് എഴുതി. Then d by dt of b എന്ന് എഴുതി. Then e is equal to ഈ 2 pi s-നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. Therefore, minus a divided by 2 pi s dB by dt. എ എന്ന് പറയുന്നത് ഏരിയ ആണ്. ദെൻ സർക്കുലർ ലൂപ്പ് ആയതുകൊണ്ട് എക്ക് പകരം നമുക്ക് എന്ന് എഴുതാം പൈ ആർ സ്ക്വയർ. ഇവിടെ ആറിന് പകരം ഇവിടെ എസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഏത് ലെറ്റർ വേണമെങ്കിലും എഴുതാം. ദെൻ പൈ എസ് സ്ക്വയർ ഡിവൈഡ് ബൈ ഈ 2 pi s ഉണ്ട്. ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? പൈയും കട്ട് ചെയ്ത് പോയി. ഇവിടെ എസ് സ്ക്വയറും താഴെ ഒരു എസ്സും ഉണ്ട്. അപ്പോൾ ഒരു എസ്സും കട്ട് ചെയ്ത് പോയി. ബാക്കി ഒരു എസ് ഉണ്ട്. ദെൻ ബൈ 2 ഉണ്ട്. സോ therefore our final equation become minus s by 2 dou b by dou t.